أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات. പരിശുദ്ധമായ ഹജ്ജും ഉംറയും ഹബീബായ മുത്തുനബി തങ്ങളുടെ സിയാറത്തും അള്ളാഹു പൊരുത്തപ്പെടുന്ന വിധത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട ഹാജിമാരെ, സുഹൃത്തുക്കളെ, ഇന്നലെ പറഞ്ഞത് തൗബയെക്കുറിച്ചാണ്. ഇമാം ഗസ നബവി റഹ്മഹുല്ലയുടെ ഇലാഹിൻ്റെ 12-ാമത്തെ പേജിലാണ്. എൻ്റെ കയ്യിലുള്ള കിതാബിൻ്റെ 12-ാമത്തെ പേജ്. യാത്ര പോകാൻ തീരുമാനിച്ചുറച്ചാൽ ബദഅ ബി തൗബതി മിൻ ജമീഇൽ മആസി, എല്ലാ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്ത് ആയിരിക്കണം തുടങ്ങേണ്ടത്. തുടക്കം തൗബയിലായിരിക്കണം എന്നല്ല, യാത്ര പറച്ചിലൊക്കെ പിന്നെ ആദ്യം തൗബയായിരിക്കണം വേണ്ടത്. ബദഅ ബി തൗബതി മിൻ ജമീഇൽ മആസി. തൗബ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം, താബ എന്ന വാക്കിനർത്ഥം മടങ്ങി എന്നാണ്. മടങ്ങി. അപ്പോൾ എന്തിൽ നിന്നാണ് നമ്മൾ മടങ്ങേണ്ടത്? എല്ലാ പാപങ്ങളിൽ നിന്നും മടങ്ങണം. ആരിലേക്കാണ് മടങ്ങേണ്ടത്? അള്ളാഹുവിലേക്ക് മടങ്ങുക. അപ്പോൾ അള്ളാഹു തആലക്ക് അനുസരിക്കാതെ പിശാച്ചിന് അനുസരിച്ചിരുന്ന നമ്മൾ പിശാച്ചിൽ നിന്ന് പിന്മാറി അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിലേക്കുള്ള അനുസരണത്തിലേക്ക് മടങ്ങുക. തൗബ എന്ന് പറയുന്നാൽ നമുക്കറിയാം. തൗബ എന്ന് പറഞ്ഞാൽ എന്നാലും ഈ സമയത്ത് അത് പറയണമല്ലോ. ഹജ്ജിൻ്റെ മര്യാദ ആയതുകൊണ്ട് നമ്മളത് പറയണമല്ലോ. ഒന്ന്, ചെയ്തു പോയ എല്ലാ പാപത്തിൻ്റെ മേലും ഖേദിക്കുക. ഖേദമാണ് തൗബയുടെ ഒരു ഭാഗം. ചെയ്തതൊക്കെ ചെയ്ത് പോയതൊക്കെ പോയി അങ്ങനല്ല. അള്ളാഹുവേ, സംഭവിച്ചു പോയതാണ്. മനസ്സിലാണ് ഖേദം ഉണ്ടാവേണ്ടത്, വായിലല്ല. രണ്ടാമത്തത്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊക്കെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. ഇഖ്ലാഉൻ ഹാലൻ. ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തൻ്റെ ഇലാഹിൽ പറയാണ്, ഇലാഹിൻ്റെ ഹാശിയിൽ പറയാണ്, എല്ലാവരും പറയുന്നതാണ്. മൂന്നാമത്തത്, വഅസ്മുൻ അല്ലാ യഊദ്. ഇനി ഞാൻ ആ തെറ്റിലേക്ക് തിരിച്ചു പോകൂല എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ചിലപ്പം പോയി എന്ന് വരാം, അതുകൊണ്ട് തൗബക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ചെയ്യൂല എന്ന് ഉറപ്പിരിക്കും. നാലാമത്തത്, ഖുറൂജും മിനല്ലാഹി മനലാലിമി. ആളുകളിൽ നിന്ന് അന്യായമായ വല്ലതും നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കുക. നിസ്കാരം. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ അകന്ന കുടുംബത്തിലൊരാൾ ഹജ്ജിന് പോയിരുന്നു. മൂപ്പരിപ്പോൾ മരിച്ചു. മൂപ്പർക്ക് ഈ ഭൂപരിഷ്കരണ കാലഘട്ടത്തിൽ വാഴക്കാട് ദാറുൽ ഉലൂമിൻ്റെ ഏക്കർ കണക്കിന് ഭൂമിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ, അന്ന് 500-1000 ഏക്കറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭൂപരിഷ്കരണ കാലഘട്ടത്തിൽ ഭൂമി ആരാണോ കൃഷി ചെയ്തിരുന്നത് അയാൾക്കാണ് ആ ഭൂമി എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ഹജ്ജിനോടതിന് മുമ്പ് വേണ്ടൊരു എടുത്തോളൂ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം വിട്ടുകൊടുത്തു. വഖഫ് സ്വത്താണല്ലോ. പട്ടിക്കാട് ജാമിയ നൂരിയക്ക് 2000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, 30-40 ഏക്കറൊക്കെ ഉണ്ടാവും. അത് ആ ഭൂപരിഷ്കരണ കാലഘട്ടത്തിൽ വഖഫ് ചെയ്തപ്പെട്ട ഭൂമിയൊക്കെ അന്ന് കൃഷി ചെയ്തിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എഴുതി കൊടുക്കുന്ന ആൾക്കാർക്ക് പേരിലാക്കി കൊടുത്തു. ഇത് മക്കളിലേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ തിരിച്ചു കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ രേഖയിലുണ്ടായതുകൊണ്ട് നമ്മളെ ഭൂമി ആവണമെന്നില്ലല്ലോ, അള്ളാഹു തആലാൻ്റെ രേഖയിലാവണമല്ലോ. പിന്നെ നിസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഖളാ കിട്ടുക. ചെറുപ്പം മുതൽ കണക്കൂട്ട്, പ്രായപൂർത്തിയായത് മുതൽ നിസ്കാരങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അത് ഖളാ കിട്ടുക.
അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ആ ഖളാ വീട്ടാനാക്കിയാൽ മതി. നമ്മളെന്ത് ചെയ്യണമെന്നില്ല, സുന്നത്തിക്ക് ഇരിക്കണം എന്നൊന്നുമില്ല. സുന്നത്തിനേക്കാൾ 70 ഇരട്ടി കൂലി ഉണ്ടല്ലോ ഫർദിന്. പക്ഷെ നമുക്കത് തിരിയില്ല. നമ്മൾ സുന്നത്തിന് ഭയങ്കര കൂലിയാന്ന് കരുതിയിട്ട് ഇങ്ങനെ കുറേ സുന്നത്ത് ഇങ്ങനെ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ചെറുപ്പം മുതൽ പ്രായപൂർത്തിയായത് മുതൽ ഫർദ് നിസ്കാരങ്ങളൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം കൃത്യമായിട്ട് കണക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശമൊക്കെ ആകുമെന്ന് തോന്നുന്ന നിസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഖളാ വീട്ടുക. ബഹുമാനപ്പെട്ടവർ പറയാണ്, നമ്മുടെ ഒഴിവുള്ള സമയമൊക്കെ ആ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയാണ് ചിലവഴിക്കേണ്ടത്. പണിക്ക് പോവുക, കുട്ടികൾക്കും കുടുംബത്തിനും സ്വന്തത്തിനും ജീവിക്കാനുള്ള അധ്വാനത്തിന് വേണ്ടി പണിക്ക് പോവുക, അങ്ങനെ സമ്പാദിക്കുക. അത് കഴിച്ചിട്ട് ബാക്കി സമയങ്ങൾ ഈ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയാണ് നിർവഹിക്കേണ്ടത്. ഖുർആനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ, ഖുർആൻ മനപ്പാടാക്കിയാലത് മറക്കൽ കുറ്റാണ്. അപ്പോൾ നിസ്യാനുൽ ഖുർആനി ബാദിഹി ബാദൽ ബുലൂഗി, പ്രായപൂർത്തിയായതിന് ശേഷം കേട്ടോ. പ്രായപൂർത്തിയാണതിന് മുമ്പ് കുട്ടികളൊക്കെ പിടിച്ചിട്ട് ഹിഫ്ലൊന്നും ഇല്ലാത്ത കുട്ടികളെ ഇടങ്ങാറാക്കിയിട്ട് ചിലപ്പോൾ ഹിഫ്ലിന് ചേർക്കും. അവർ ഉസ്താദുമാരെ അടിയൊക്കെ കിട്ടിയിട്ട് ഇടങ്ങാറായിട്ടേക്കാരം ഹിഫ്ല് പഠിച്ചിട്ടുണ്ടാവും. അതും ചെയ്യാൻ പാടില്ല. അതിന് പവറുള്ള ആൾക്കാരൊക്കെ അത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം മറന്നു പോകും. പിന്നെ അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ അധ്വാനിക്കണ പണിയൊക്കെ ഉണ്ടാവുക. ജോലിക്ക് കയറിയാൽ പിന്നെ ഖുർആൻ മറന്നു പോകും. അപ്പോൾ പ്രായപൂർത്തിയായതിന് ശേഷം മറന്നു പോയത് എന്ത് ചെയ്യുക, രണ്ടാമത് പഠിക്കുക. അപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് എനിക്ക് കഴിയില്ലല്ലോ എന്നുണ്ടെങ്കിൽ മാർഗമല്ല, പഠിക്കാൻ കഴിയുന്നവർ പഠിക്കുക. അല്ലാഹു തആല അതിൻ്റെ ദീനിൽ പാരി ഇടങ്ങാറാക്കുകയൊന്നുമില്ലല്ലോ. നമ്മളെ വീഴ്ചകൊണ്ട് മറന്നു പോയതാണെങ്കിൽ നമുക്കത് മനപ്പാടാക്കി എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മനപ്പാടാക്കി എടുക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ സ്വത്തൊക്കെ കാര്യത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ അതിന് അർഹതപ്പെട്ട ആൾക്കാരൊന്നും കാണുന്ന ഒരാളെക്കുറിച്ച് വിവരമില്ല, അയാൾ എവിടെയുള്ളത് എന്നറിയില്ല എന്നാണെങ്കിൽ അത് ഖാദിനെ പോയി ഏൽപ്പിക്കുക. അങ്ങനെ ഒരു പൈസ ഉണ്ട്, ആളെ കിട്ടിയിട്ടില്ല, നമ്മുടെ ഇടപാടൊക്കെ നടത്തിയപ്പോൾ ആണെങ്കിൽ അന്ന് വാങ്ങിയ പൈസ ആയിരിക്കും. അപ്പോൾ ഖാദിനെ ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഖാദി തന്നെ ആവണമെന്നില്ല, സാധുക്കളായ ആളുകൾക്ക് സദഖ ചെയ്യാം. അയാൾ തിരിച്ചു വരികയാണെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കും എന്ന ഉദ്ദേശത്തോടു കൂടെ തസദ്ദഖ ബിഹാ അലൽ ഫുഖറാഇ ബിനിയ്യത്തിൽ ഗർമി ഇൻ വജദഹു, റൗളയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതും അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ ഉപകാരപ്പെടുന്ന മസാലിഹുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് സ്വന്തമാണെങ്കിൽ അങ്ങനെ, മക്കളുടെ കാര്യമാണെങ്കിൽ അങ്ങനെ ഒക്കെ മസാലി മുസ്ലിമീനിൽ പെട്ടാൽ മതി. വേറെ കൊടുക്കുക എന്നർത്ഥമൊന്നുമില്ല. പിന്നെ സക്കാത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. സക്കാത്ത് നിർബന്ധമുള്ള ആൾക്കാർ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ കൊടുത്തു വിടുക. പിന്നെ ഞാൻ നീട്ടി പറയുന്നില്ല, നമുക്കൊരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഈ കിതാബ് ഒരുപാട് ഓതാനുണ്ട്. ഇതൊക്കെ ഓതേണ്ട കിതാബാണ്. കടങ്ങൾ വീട്ടാൻ പറ്റുന്നതൊക്കെ വിട്ട് കറാഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടെ തൗബ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. നിർബന്ധമെന്നില്ല, സുന്നത്താണ്. എത്രയോ കറാഹത്ത് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ കറാഹത്തുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് എന്തൊക്കെയാണ് കറാഹത്ത് നമുക്കറിയണം. കറാഹത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ കാര്യമാണ്. പക്ഷെ നിർബന്ധമായിട്ട് വിലക്കിയതല്ല, കുറ്റം കിട്ടൂല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ തല മറക്കാതെ ബാത്റൂം പോലെ കറാഹത്താണെന്നുണ്ട് കിതാബിൽ. അപ്പോൾ അത് തലമറച്ച് ബാത്റൂം പോകുന്ന രീതിക്ക് വരിക. തൗബ സഹിയാവുകയൊക്കെ ചെയ്യും, പക്ഷെ അതിൻ്റെ തൗബൻ്റെ ഒരു പൂർണ്ണമായ രൂപമാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, തൗബൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത് കടം വീട്ടുക എന്നുള്ളതാണ്. ഈ കടം വീട്ടാതെ, പൈസ ഉണ്ടായിട്ട് കടം വീട്ടാതെ യാത്ര പോകൽ ഹറാമാണ്. കടം നൽകാനുള്ള അയാളുടെ സമ്മതമല്ലാതെ, അത് ഹജ്ജിന് മാത്രമല്ല എങ്ങോട്ട് പോകലും ഹറാമാണ്. കടം വീട്ടാനുള്ള കഴിവുണ്ട്, കടം അവധിയായിട്ടുണ്ട്, അയാൾ കടക്കാരൻ്റെ സമ്മതമല്ലാതെ എങ്ങോട്ട് പോകലും ഹറാമാണ്. ഹജ്ജിന് പോകുമ്പോൾ പറയും വേണ്ട. ഇല്ലെങ്കിൽ, കടം വീട്ടാനുള്ള സാമ്പത്തിക ശേഷി ഒന്നുമില്ലെങ്കിൽ പിന്നെ അയാളെ തൃപ്തിയൊന്നും വേണ്ട യാത്ര പോകാൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്,
വൈങ്കാനത് ഉസ്റത്തിൻ ഫനദറത്തുൻ ഇലാ മൈസറ. അയാൾ പ്രയാസത്തിലാണെങ്കിൽ, വൈങ്കാനത് ഉസ്റത്തിൻ പ്രയാസത്തിലാണെങ്കിൽ ഫനദറത്തുൻ ഇലാ മൈസറ, ആപത്തുണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ടതാണ്. അത് നമ്മളെ മേൽ ബാധ്യതയാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ തമ്മിലുള്ള കടപ്പാടിൻ്റെ ഭാഗമാണ്. പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾക്ക് നമുക്ക് അറിയി നിൽക്കുകയാണ്. ആ ഖുർആൻ്റെ കൽപ്പനയാണ് കാത്തിരിക്കുക എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യം, റാബിയത്തു, നാലാമത്തെ കാര്യം അൻ യജ്തഹിദ ഫി ഇർളാഇ വാലിദൈഹി വമൻ യതവജ്ജഹു അലൈഹി ബിർറുഹു വതഅതുഹു വഇൻ കാനത് സൗജത്തൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പാൻ്റെയും ഇമ്മാൻ്റെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുക. അപ്പാനിമാനും പരിശ്രമം സമ്മതം വാങ്ങുക എന്നല്ല പറയണത്. ഫർദായ ഹജ്ജിന് പോകണമെങ്കിൽ ഇപ്പോൾ അപ്പാനിമാനും സമ്മതമൊന്നും വേണ്ട, നമുക്ക് പോകാം. അവരെ എന്തൊക്കെ രീതിയിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ഹയാത്തിലുള്ള ആപ്പിമ്യാവുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ആ യജ്തഹിദ ഫി ഇർളാഇ വാലിദൈഹി, നാലാമത്തെ കാര്യം, വാപ്പാനെയും ഉമ്മാനെയും തൃപ്തിപ്പെടുത്തുന്നതിൽ കഠിനാധ്വാനം ചെയ്യുക. പിന്നെ വമൻ യതവജ്ജഹു അലൈഹി ബിർറുഹു, അയാൾ നന്മ ചെയ്യേണ്ട, ഗുണം ചെയ്യേണ്ട, ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കൽ നിർബന്ധമായിട്ട് ആരെ കണ്ടോ, ഉപ്പാപ്പ, ഉമ്മാമ, ഇങ്ങനെ തുടങ്ങിയിട്ട് അവരൊക്കെ ആർക്കൊക്കെ വഴിപ്പെടേണ്ടതുണ്ടോ, ഉസ്താദുമാരാണെങ്കിൽ ഉസ്താദുമാർ, മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കൾ, താൻ അനുസരിക്കേണ്ടതും തൃപ്തിപ്പെടുത്തേണ്ടതുമായ ആളുകൾ ആരൊക്കെയുണ്ട് അവർക്ക് വല്ലാത്തൊരു തൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. ഇപ്പോൾ നമുക്ക് വാപ്പാരന്മാരൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാ പ്രവൃത്തിയും അവർക്ക് തൃപ്തികരമായിട്ടാണോ എന്ന് നമ്മൾ പരിശ്രമിക്കുക. ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആയിരിക്കും, ഉപ്പാവന്മാർക്കൊക്കെ അസുഖമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇടക്കിടക്ക് പോകേണ്ടി വരും. അതായിരിക്കും അവരെ തൃപ്തിപ്പെടുത്തുന്നത്. ഇപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ അവർക്ക് കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ ആരംഭിക്കുക. ആപ്പാക്കും ഉമ്മാക്കും കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ അതല്ലേ മാർഗം. അവർക്ക് ഇടക്കിടക്ക് ഹദിയ കൊടുത്തുകൊണ്ടിരിക്കുക. എന്താണോ കൂടുതൽ അവൻ്റെ കുട്ടി എന്ന് പറയുന്നതിന് ഏറ്റവും ഇഷ്ടപ്പെടുത്താവുന്ന എന്തൊക്കെ മാർഗങ്ങൾ, അത് നമുക്ക് സ്വന്തത്തിന് ആലോചിച്ചാൽ മതി. നമ്മളെ മക്കൾ കൂട്ടത്തിൽ നിന്ന് ആരാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം, എന്തുകൊണ്ടാണ് നമുക്കിഷ്ടം, തനിക്ക് എന്ത് തന്നാലാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, ഇത് ആലോചിക്കുക. പങ്ങന്മാരായാലും വല്യാപ്പയായാലും വല്യമ്മയായാലും. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുക. വൈൻഖാനത്ത് സൗജത്തൻ, ഒന്നുകൂടെ പറയാം. ഇമാം നവവി റഹ്മഹുല്ല പറയുന്നു, ഭാര്യയാണെങ്കിൽ പോലും, ഭാര്യമാരുടെ തൃപ്തിയും കാര്യങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ പരിഗണിക്കാറില്ല. അത് എൻ്റെ ഇഷ്ടം. അത് ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് പറ്റൂല. ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് അത് പറ്റൂല. നമ്മൾ ഏറ്റവും കൂടുതൽ കടമ ചെയ്യേണ്ട ആളാണല്ലോ ഭാര്യ എന്ന് പറയുന്നത്. കാരണം ബാപ്പാക്കും ഉമ്മാക്കും വരെ ചെലവെടുക്കൽ നിർബന്ധതേനേ ശേഷമുള്ളൂ, ഭാര്യയ്ക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. പാപ്പി ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്. ആർക്കാണ് ചിലവ് കൊടുക്കേണ്ടത്? അള്ളാഹ് ആരോടെ ചോദിക്കുക? ഭാര്യക്കാണ് ചിലവ് കൊടുക്കേണ്ടത്. അപ്പോൾ ഭാര്യമാരെ ആണെങ്കിൽ പോലും അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങേയത്തെ പലതും പറഞ്ഞു പോയിട്ടുണ്ടാവും, ചെയ്തു പോയിട്ടുണ്ടാവും. നമ്മുടെ ദുസ്വഭാവങ്ങൾ ഇങ്ങനെ സഹിച്ച് കഴിയുന്നതായിരിക്കും. നമ്മുടെ ദുസ്വഭാവം എന്തൊക്കെയോ ഒക്കെ പിടിവാശികളും മറ്റുമൊക്കെ ആ വീട്ടിലല്ലേ നടക്കുകയുള്ളൂ, വീട്ടിൻ്റെ പുറത്ത് നടക്കൂലല്ലോ. നമ്മളെ പിടിവാശി മറ്റൊന്നും ചായയിൽ പൊടി ഏറിയാലോ പഞ്ചസാര ഏറിയാലോ ഒന്നും പീടികയിലൊന്നും നടക്കില്ല, ഹോട്ടലിലൊന്നും നടക്കില്ല. പക്ഷെ വീട്ടിൽ ആ ദുസ്വഭാവവും പിടിവാശിയും ഒക്കെ നന്നായിട്ട് നടക്കും. ഒക്കെ ശീലങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചതൊക്കെ തൃപ്തിയായിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഭാര്യ നേരത്തെയായിട്ട് നമ്മളെ ദുസ്വഭാവത്തിന് തൃപ്തിയൊന്നും ഉണ്ടാവില്ല. ആർക്കും സ്വഭാവം നന്നാകുന്നതിന് ഇഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളിന്ന് ഏറ്റവും ഉത്തമർ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ ഭാര്യ മക്കളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ആളാണ് നിങ്ങൾ ഏറ്റവും ഉത്തമരെന്ന്. ഞാൻ ഇനി വേറെ വ്യാഖ്യാനമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും ഉത്തമ സ്വഭാവം നബിൻ്റെ വീട്ടിലായിരുന്നു നബി തങ്ങളുടേത്. അത് പറയുന്നത് ആരാണ്? ആയിഷ ബീവിയാണ്. നബിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പം ഭാര്യമാർ നിങ്ങൾക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ? ആയിഷ ബീവി റസൂലുള്ളാഹിക്ക് കൊടുത്ത മാതിരി
ആയിഷ ബി റസൂലുള്ളാഹിക്ക് കൊടുത്ത മാതിരി സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ? മൂപ്പര് ഭയങ്കര മുന്തിയ സ്വഭാവം, ഖുർആൻ്റെ സ്വഭാവമാണെന്നൊക്കെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയാൻ പറ്റുമോ? അത് നമ്മളിങ്ങനെ പരമ്പരാഗതമായിട്ട് കേട്ട് വന്ന ചില ശീലങ്ങളും പിടിവാശികളും ദുർവാശികളും ചീത്ത പറച്ചിലും പെട്ടെന്ന് ചൂടാകലും, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ ഭാര്യയാണെങ്കിൽ ഇസ്തറലത്ത് സൗജഹ വഖാരിബഹ, അതുപോലെ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക, കുടുംബങ്ങളെ തൃപ്തിപ്പെടുത്തുക, ഇതൊക്കെ ആവശ്യമാണ്. അതുപോലെ ഭർത്താവിൻ്റെ കുടുംബങ്ങളെ തൃപ്തിപ്പെടുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈകാനത്ത് സൗജത്തൻ, ഭാര്യയാണെങ്കിൽ ഇസ്തറ സൗജഹ വഖാരിബഹ, ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്യുക? ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. ഭർത്താവിന് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഭാര്യമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാതെ, ചൂടാകാതെ, ഇടങ്ങാറാക്കാതെ, അങ്ങനെ തിരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഭർത്താവിൻ്റെ കുടുംബങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം, ഹജ്ജിന് പോകുമ്പോൾ ഭാര്യമാരെ കൂട്ടി ഹജ്ജിന് പോകൽ സുന്നത്താണ്. യുസ്തഹബ്ബു ലിസൗജി അൻ യഹുജ്ജ ബിഹാ ഫഇൻ മനഅഹു അഹദുൽ വാലിദൈനി നദറ ഫഇൻ കാന മനഅഹു മിൻ അജ്ലിൽ ഇസ്ലാമി ലം യൽതഫിത് ഇലാ മനഇഹി ബല്ലഹു ലിഹറാമു ബിഹി വഇൻ കരിഹൽ വാലിദു ലിഅന്നഹു സാറ ആസിയൻ ബിമനഇഹി. അപ്പോൾ ഭർത്താവ് ഭാര്യയെ കൂട്ടി ഹജ്ജിന് പോകൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹിൻ്റെ ഇത്തിബാണ് ഒന്ന്. നബി തങ്ങളെല്ലാ ഭാര്യമാരും നബിൻ്റെ കൂടെ ഹജ്ജിന് പോയപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നബി തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ നബിൻ്റെ എല്ലാ ഭാര്യമാരെയും കൂട്ടിയിട്ടാണ് പോയത്. രണ്ടാമത്തത്, മറ്റുള്ളവർക്ക് ചെയ്തു തരാൻ പറ്റാത്ത പല ഖിദ്മത്തുകളും ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഭർത്താവിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് തിരിയും, എന്താ ആവശ്യമുള്ളത് മറ്റുമൊക്കെ. അപ്പോൾ അത്തരം ഖിദ്മത്തുകളൊക്കെ ചെയ്യുമ്പോൾ റാഹത്തായിരിക്കും. ഇബാദത്ത് ഒന്നിച്ച് ചെയ്യാന്നുള്ള വലിയൊരു കാര്യം. ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളങ്ങനെ നോക്കുമ്പോൾ ഹാജർ ബീവി, ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി, ഇങ്ങനെ ഒരു കുടുംബമാണല്ലോ അവിടെ കാണുന്നത്. ഇബ്രാഹിം നബി ഹാജർ ബീവിനവിടെ താമസിപ്പിക്കുന്നു. അവിടെ ഇസ്മായിൽ നബി എന്ന കുഞ്ഞിനെ ആ കാബൻ്റെ അവിടെ കിടത്തുന്നു, സംസം വെള്ളം പൊട്ടി പുറപ്പെട്ടെടുത്ത്. അങ്ങനെ പോവാണ്. നിങ്ങളങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. മൂപ്പര് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ പോവുകയാണ്. ഒറ്റക്കാണ് മക്ക എന്നുള്ള രാജ്യത്ത് ഒറ്റക്ക്. ഇപ്പം ഹജ്ജിനൊക്കെ പോകുമ്പോൾ 35-40 ലക്ഷം ആൾക്കാരൊക്കെ ഉണ്ടാവും എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹാജർ ബീവി ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ മറുപടി ഒന്നുമില്ല. അള്ള പറഞ്ഞിട്ട് പോവാണ് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയാണ്. പോകുന്നത് ഇവിടെ ഇറാഖിലേക്കാണ്. ഇറാഖിലായിരുന്നല്ലോ മൂപ്പര് പ്രബോധനം നടത്തിയിരുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വന്നു നോക്കുകയാണ്. അപ്പോഴേക്കൊക്കെ നല്ല ചെറുപ്പക്കാരനായി മാറിയിട്ടുണ്ട് ഇസ്മായിൽ. അവിടെ ഏതൊക്കെയൊക്കെ യാത്രക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ജുർഹും ഗോത്രക്കാർ താമസം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റി അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഹാജർ ബീവി ഓടിയതാണ് സായി സഫ മർവൻ്റെ ഇടയിലുള്ള ഓട്ടം. ഇസ്മായിൽ നബി അറുത്തതാണ് മിനായിലെ അറവ്. ഒക്കെ ഒരു കുടുംബപരമായ കാര്യങ്ങളായിരുന്നു. അപ്പം പിന്നെ കുടുംബത്തെ കൂട്ടി ആ ഒരു ഫീലിംഗ് അനുഭവിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായ ഹജ്ജും ഉംറയാണെങ്കിൽ വാപ്പയും ഉമ്മയും തടഞ്ഞാലും പോകാം. കാരണം അത്തരം കാര്യങ്ങൾ തടയാൻ ആർക്കും അവകാശമല്ല, വാപ്പാക്കും ഉമ്മാക്കും അവകാശമല്ല. ഇനി സുന്നത്തായ ഹജ്ജും ആണെങ്കിൽ തടയാവുന്നതാണ്. സുന്നത്തായ ഹജ്ജും ഉംറയാണെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ ഹജ്ജല്ലേ ഉംറല്ലേ എന്ന് പറഞ്ഞാൽ ചാടി കളിക്കാനൊന്നും ഭാര്യമാർക്ക് പറ്റൂല. ഭർത്താവിന് തന്നെയാണ് വീട്ടിൻ്റെ അവകാശവും അധികാരവും ഉള്ളത്. റിജാലു ഖവാമൂന അലൻ നിസാ, വീടിൻ്റെ ഭരണാധികാരി ഭർത്താവാണ്. അതിന് എത്ര പൈസ ഭാര്യൻ്റെ കയ്യിലുണ്ടായിട്ടും ഏത് വലിയ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും കാര്യമില്ല, വീട്ടിൽ ഭാര്യയാണ്. അപ്പോൾ അനുസരണമാണ് ഭാര്യമാർക്ക് വേണ്ടത് ഭർത്താക്കന്മാരുടെ. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ. അപ്പോൾ സുന്നത്തായത് തടയാവുന്നതാണ്. ഇനി പറയാണ് കുറച്ച് കാര്യങ്ങളുണ്ട്. സമ്മതമല്ലാതെ അപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്യൽ ഹറാമാണ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം. സുന്നത്തായ ഹജ്ജും ഉംറയാണെങ്കിൽ ഇഹ്റാം ചെയ്യൽ ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ ഭാര്യയ്ക്ക് ഹറാമാണ്.
സുന്നത്തായ ഹജ്ജ് ഉംറയാണെങ്കിൽ വാപ്പാനും ഉമ്മാൻ്റെയും സമ്മതമല്ലാതെ ഹജ്ജിന് ഇഹ്റാം ചെയ്യലും ഒരുങ്ങലും ഒക്കെ ഹറാമാണ്. ഭർത്താവിൻ്റെ സുന്നത്തായ ഹജ്ജും ഉംറയാണെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ ഹജ്ജിനും ഉംറക്കും ഭാര്യമാർക്ക് ഇറങ്ങൽ അല്ലെങ്കിൽ മക്കൾക്ക് ഇറങ്ങൽ ഹറാമാണ്, പാടില്ലാത്തതാണ്. അതേ സമയത്ത് ഇവിടെ കാര്യം പറയുന്നുണ്ട്, കച്ചവടത്തിനാണെങ്കിൽ വാപ്പാനും ഉമ്മാൻ്റെയും സമ്മതം ആവശ്യമില്ല. കാരണം സമ്പാദിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്. അവിടെ ഇപ്പോൾ ഗൾഫ് പോകണ്ടെന്ന് പറയാൻ വാപ്പാക്കും ഉമ്മാക്കും അധികാരമില്ല. ഞാനത് അവസരോചിതമായിട്ട് പറയണം. വൈകാൻ ഖസ്തുബി സിയാദത്ത് മാലി, കുറേ പൈസ ഉണ്ടാക്കാനാണ്. എന്നാൽ പോലും നമ്മളെ ദീനിൽ ബുദ്ധിമുട്ടിക്കുക എന്നൊരു പരിപാടിയില്ല. അത് വാപ്പാരുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പാടില്ല. അത് കാരണം എന്താ? കാരണം മനുഷ്യന് പൈസ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഹുബ്ബുൽ മാലും അൽ ഇസ്തിക്സാർ മിന്നു, സ്വത്തിനോടുള്ള ഇഷ്ടവും സ്വത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതും മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു സംഗതിയാണ്. ഒരു രസം ഉണ്ടാക്കി 2 രസം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെ തൊട്ട് തടഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ പ്രയാസം ഉണ്ടാവും, കുടുംബ ബന്ധത്തിന് ചെറിയ പ്രയാസം ഉണ്ടാവും. അത് വാപ്പയാണെങ്കിലും വേണമെങ്കിലും തടയാൻ പാടില്ല. അയാളങ്ങനെ കരുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം, കുഴപ്പമില്ല. അതുപോലെ തന്നെ സുന്നത്തായ കാര്യമാണെങ്കിലും തടയാൻ പാടില്ലാത്തതാണ് ഇൽമ് പഠിക്കാൻ വേണ്ടിയുള്ള പോക്ക്. സുന്നത്തായ ഇൽമാണ്, നീ പഠിക്കാൻ പോകണ്ട എന്ന് പറയാൻ വാപ്പാക്കും ഉമ്മാക്കും അധികാരമല്ല. ഹജ്ജാണെങ്കിൽ തടയാന്നാണ് പറയുന്നത്. സുന്നത്തായ ഹജ്ജാണെങ്കിൽ തടയാം, സുന്നത്തായ ഉംറയാണെങ്കിലും തടയാം, വാപ്പാക്കും ഉമ്മാക്കും തടയാം. പക്ഷെ കച്ചവടത്തിനോ പൈസ ഉണ്ടാക്കാനോ ആണെങ്കിൽ തടയാൻ പാടില്ല. അതുപോലെ തന്നെ ഇൽമ് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ, സുന്നത്തായ ഇൽമാണെങ്കിൽ പോലും അത് തടയാൻ വാപ്പാക്കും ഉമ്മാക്കും. കാരണം ഇൽമിന് അത്രയും ശ്രേഷ്ഠതയാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് രാവിലെ 6 മണിക്ക്. ഇതിനൊക്കെ പുണ്യം എത്ര നിങ്ങൾക്കറിയാം? ഇതിപ്പോൾ നിർബന്ധമായ ഒരു ഇൽമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫർദ് നിസ്കാരത്തിനേക്കാളും കൂലിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സുബഹിയൊക്കെ നിസ്കരിച്ചില്ലേ, ഫർദായ ഇൽമിന് ഫർദ് നിസ്കാരത്തിനേക്കാളും കൂലിയാണ്. കാരണം ഫർദായ നിസ്കാരം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഫർദായ ഇൽമ് പഠിക്കണ്ടേ. അതുപോലെ ഇപ്പോൾ ഹജ്ജ് ഫർദാണ്. ഹജ്ജ് ഫർദായ ഹജ്ജ് എങ്ങനെ നിർവഹിക്കുക എന്ന് അറിയണമെങ്കിൽ ഇൽമ് പഠിക്കൽ ആവശ്യമാണ്. അപ്പോൾ ആ ഇൽമ് പഠിക്കുന്നതിനാണ് ഫർദായ നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠത. അപ്പോൾ ഇത് നിങ്ങൾ നല്ല ബോധത്തോടു കൂടെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ മുന്നിലിരിക്കേണ്ടത്. ഇതൊരു പരിപാടിയാണ്, ഓൺലൈൻ പരിപാടിയാണ്, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇൽമ് പഠിക്കുക നിർബന്ധമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതപ്പോൾ ഇത് വലിയൊരു സൗകര്യമാണ്. നമുക്ക് വസ്ത്രവും മറ്റും മാറ്റി പോകണ്ട. സ്ത്രീകളാവും പ്രത്യേകിച്ചും. അങ്ങനെ ആണുങ്ങളുടെ കൂടെ പോകണം, അവിടെ എത്തണം ഇവിടെ എത്തണം, കുറേ യാത്ര ചെയ്യണം, കുറേ വണ്ടിക്കൂലി മുടക്കണം. അവിടുന്ന് കിട്ടണോ ഏതന്നെയാണ്? ഇൽമാണ്. പോകണ്ടെന്നല്ല പറയുന്നത്. നല്ല ഇൽമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകണം, പഠിക്കണം, അതിൻ്റെ ആദാബുകളും മറ്റുമൊക്കെ പാലിച്ചുകൊണ്ട്. ഇപ്പോൾ ഇത് അള്ളാഹു തആല ചെയ്തെന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് നമ്മൾ അങ്ങനെ പഠിക്കണം. സംശയം ചോദിക്കാൻ അവസരമുണ്ട്, നിങ്ങൾക്ക് സംശയം തീർക്കാം. ഇന്നലെ ചോദിച്ചിരുന്നു സുഗന്ധം പൂശാൻ പറ്റുമോ എന്നുള്ളത്. എങ്ങനെയാണ് ആ തെറ്റിദ്ധാരണ വന്നതെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട നബി ഇമാം എന്നെ പറയുന്നുണ്ട്, ഇഹ്റാമിന് വേണ്ടിയൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ സുഗന്ധം പൂശൽ സുന്നത്താണെന്ന് കിതാബ് തന്നെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇഹ്റാമിൻ്റെ മര്യാദകളൊക്കെ പറയുന്ന ഭാഗത്ത് ഞാനത് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഹജ്ജിന് ചെലവഴിക്കുന്ന പൈസ എങ്ങനെയുള്ള പൈസയാകണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു റഹ്മാൻ റഹീമായ തമ്പുരാനെ, നിൻ്റെ പൊരുത്തത്തിലായി ഹജ്ജും ഉംറയും ഒരുപാട് വട്ടം നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങൾ നിൻ്റെ അടിമകളാണ്, പാപ്പികളാണ്. ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ചെയ്തു പോയ എല്ലാ തെറ്റിൻ്റെ പേരിലും ഞങ്ങൾ ഖേദിക്കുന്നു റഹ്മാനെ. ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു റഹ്മാനെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളെ തൊട്ടും ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു റഹ്മാനെ. ഞങ്ങൾക്ക് പുറത്തു നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നന്മ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ആരോഗ്യവും ഈ യാത്രയുമൊക്കെ ഒരുക്കി തന്ന കാരുണ്യവാനായ റഹ്മാനെ, ഇനിയുള്ള ജീവിതത്തിൽ നന്മ അനുസരിച്ചുകൊണ്ട് നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ.
ഇനി യാതൊരു തെറ്റും ഞങ്ങൾ ചെയ്യില്ല റഹ്മാനെ. തെറ്റുകളെ തൊട്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഇനി തെറ്റിലേക്ക് മടങ്ങാതെ എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്ത് എല്ലാ തെറ്റുകുറ്റങ്ങളോടും വെറുത്ത് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കൂടെ നീ ഞങ്ങളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.